അപ്പോൾ ഈ തേങ്ങ പൊട്ടിക്കുന്നത് മാവുണ്ടയും കൂടെ ഉണ്ടാക്കാനാണ്. വെള്ളം എടുത്തോണ്ട് കൈ കഴുകാനൊക്കെ. ഇപ്പോൾ അടുത്ത അവിലോസുണ്ടൊക്കെയുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയും അരിപ്പൊടിയും കൂടെ നന്നായി മിക്സ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് വറുത്തെടുക്കണം നല്ലപോലെ. ഇത് നല്ലപോലെ ചുമന്ന് വരുന്നോ ഏമേ? നല്ല ചുമന്ന് വരുന്നിടം വരെ നമുക്ക് ഈ പൊടി വറുത്തെടുക്കാം. അളവൊന്ന് പറഞ്ഞേ. 1 കിലോ അരിക്ക് 2 തേങ്ങയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളപ്പോൾ 1 കിലോ മാവിന് 1/2 കിലോ ശർക്കര എടുക്കണം ഇല്ലയോ? അപ്പോൾ നമ്മളിവിടെ 3 കിലോ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കിലോ മാവും തേങ്ങയുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 കിലോ ശർക്കര തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കലക്കി എടുക്കുവാണ്. നല്ലപോലെ കുറുക്കി നമ്മളിത് ഇനി ഇത് കലക്കിയിട്ട് നമ്മളിത് അരിച്ചെടുക്കണം ഇനി നല്ലപോലെ. നമ്മൾ ശർക്കര മൊത്തം അരിച്ചെടുക്കുക. ജീരകപ്പൊടി, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ഇത് ഏലക്കാപ്പൊടി. ഇതെല്ലാം കൂടെ ലാസ്റ്റ് പൊടിച്ചത് മിക്സ് ചെയ്ത് ശർക്കരക്കകത്തോട്ട് മിക്സ് ചെയ്ത് ഇടും.
ഇനി വാങ്ങിച്ചു കളയാം. കൈക്കെടുത്തോ, ഇത് അടിയിൽ പറ്റും. ശർക്കരയാണ്.